ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് അടിപൊളിയായിട്ടുള്ള പോക്കറ്റ് ഷവർമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കാബേജ്, ക്യാരറ്റ്, കക്കിരിക്ക, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കാണ്. ഈ കക്കിരിക്കേൻ്റെ ഉള്ളിലുള്ള സീഡ് എടുക്കണം, പിന്നെ തക്കാളീൻ്റെ ഉള്ളിലുള്ള സീഡ് എടുത്ത് ഒഴിവാക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം പോലെ ആവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ, എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് എടുക്കാം കേട്ടോ, ബീഫോ ചിക്കനോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തത് ബീഫ് വേവിച്ചതാണ്. പിന്നെ അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ മയോനൈസ് ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടീസ്പൂണേ, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ച് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് എരിവ് അത്യാവശ്യമാണ്, അപ്പം കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുക്കാം, പുളിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. പിന്നെ ഒരു ബ്രെഡ് എടുക്കുക, ഞാനൊരു മൂടി വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ 2 ബ്രെഡ് വെച്ചപ്പോഴാണ് കുറച്ച് റിസ്ക് ആയത്. ഒരു ബ്രെഡ് വെച്ച് വേഗം കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല നീറ്റിൽ തന്നെ കട്ട് ചെയ്യാം. ഇത് ഒരൊറ്റ ബ്രെഡ് വെക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ആ ബ്രെഡിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ബ്രെഡ് പൊടിയാക്കി എടുക്കുക. ഞാൻ ഇവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 2 ബ്രെഡ് ഇങ്ങനെ മുറിച്ചെടുത്ത 2 ബ്രെഡ് ഒരുപോലെ വെച്ചിട്ട് ഈ മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കുക കേട്ടോ. എല്ലാ സൈഡും മുട്ടാവുന്നത് പോലെ മുക്കിയെടുക്കുക. എന്നിട്ട് ആ ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയം തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ നോക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണേ. അതിലേക്ക് ഞങ്ങൾ ആക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ബാക്കി വരുന്ന ബ്രെഡൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for